പ്രസിഡന്റ് ഈ നിൽക്കുന്നവരല്ല ഇവിടുന്ന് മാറി നിൽക്കാൻ മൈ കൂടെ ഒന്ന് അഭ്യർത്ഥിച്ചേട്ടെ. അതൊക്കെ ബസ് വരുമ്പോ അഭ്യർത്ഥിക്കാം. ഇങ്ങോട്ട് നോക്കന്നെ. പടക്കത്തിന് തീ കൊടുത്തിട്ട് കെടുത്താൻ ഒക്കുമോടാ? പടക്കത്തിന് തീ കൊടുത്തിട്ട് കെടുത്താൻ ഒക്കുമോടാ മണ്ടച്ചാരേ? ആളിനെ കൊണ്ട് ചിരിപ്പിക്കാനുള്ള കാര്യം ഒക്കെ താൻ ഉണ്ടാക്കും. ആളിനെ കൊണ്ട് ചിരിപ്പിക്കാനുള്ള കാര്യം ഒക്കെ താൻ ഉണ്ടാക്കുമെന്ന്. ആ വെടിക്കെട്ടുകാരല്ലേ കുഴപ്പമുണ്ടാക്കിയത്? നിങ്ങൾ പറഞ്ഞിട്ടില്ലേ തീ കൊളുത്തിയത്? നിങ്ങൾ പറഞ്ഞിട്ടില്ലേ തീ കൊളുത്തിയത്? ഞാൻ ആവേശത്തിനിടയിൽ അങ്ങനെ ഒന്ന് പറഞ്ഞുപോയി എന്ന് വെച്ചാൽ ബാക്കിയാണ് തീ കൊളുത്താമോ? ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ ഫലം സെക്രട്ടറി? ഒരു കാര്യം ചെയ്യാൻ പ്രസിഡന്റ്, ഞാൻ പടിഞ്ഞാറേ മുക്കി പോയി കുറെ പടക്കം വാങ്ങിച്ചോണ്ട് വരാം. അതിന് മുമ്പ് പ്രസിംഗ് വന്നാലോ? വരുത്തരുത്. ഒരാൾ വടക്കേ മുക്കി പോയി ബാസ് അവിടെ തടഞ്ഞു നിർത്തണം. അത് പറ്റില്ല സെക്രട്ടറി. വരുന്നത് അവിടെ നീ ചായം പറ്റി പിടിക്കില്ലേ? ഓ ഞാനതൊക്കെ മറന്നുപോയി. ഈ ചാക്കറ്റ് ഒന്നും ഇറക്കി തന്നെ. ഈ മഹാന്മാരുടെ ജനസേവനത്തിന്റെ ഉള്ളുകളി മനസ്സിലായോ? ഹോട്ടലും ചായക്കടയും പ്രസിഡന്റിന്റെ വക, മാടക്കട സെക്രട്ടറിയുടെ വക. ഞങ്ങള് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഓടി നടന്ന് സാധിച്ചതിന്റെ ഗുണം വടക്കേ മുക്കാൻ അനുഭവിക്കാൻ പാടില്ല. ഇനി ഞാനൊന്ന് മാറുന്നേ, ഒന്ന് മാറി നിൽക്കേ, മാറുന്നേ. ചാക്കിട്ടിട്ട് കൂടെ ബാധകളെ. അമ്മേ മാറണ്ട, അവിടെ നിൽക്ക്. ഇവരും ബസ്സിൽ പോയി നിൽക്കുകയാണ്. ചാക്കിട്ടൊന്നും ബാസ് കേട്ടില്ല. ആ പടിഞ്ഞാറ് റോഡിൽ പോയി ബസ് കയറി പോകാളെ. ഇതൊക്കെ തീരുമാനിക്കാൻ താനാരാണ്? കണ്ടോ വലുതാവുമ്പറേ, കണ്ടോ ഞാൻ ആരാണെന്ന്? കാര്യം സാധിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ആരാണെന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഓടി നടന്ന് വലുതാവുമ്പറേം കൂട്ടി MLA പിടിച്ച് മന്ത്രിയെ കണ്ടു വയാതിലെ ഒരു ബാസ് ഇടിച്ചപ്പം ഞാൻ ആരാണെന്ന്. ജനസേവനത്തിനുള്ള പ്രതിഫലം. ഈ നാട് എങ്ങനെ നന്നാവും? ബസ് വരും തോന്നുന്നു. ഞാൻ വിശ്വസിക്കില്ല, നേരിട്ടാണ് ഞാൻ വിശ്വസിക്കൂല. വരുന്നുണ്ട് ബോഡി മുഴുവൻ പൂശണം. ബസിന്റെ ബോഡി മുഴുവൻ പൂശണം. മുമ്പ് ചേട്ടനുള്ള വര. അയ്യോ പോയി പോട്ടെ. സാറേ സാറേ ആരും കയറണ്ട, ടിക്കറ്റ് ഒക്കെ എടുത്ത് കയറിയാ മതി. ആ ഉണ്ട്, മലമുണ്ട്, അനുണ്ട്. സാറേ അങ്ങോട്ട് പ്രസിഡന്റ് പ്രസിഡന്റ് വിടാ. വന്നിട്ട് എല്ലാം ഒന്ന് വേഗം വേണം. ഇപ്പം തന്നെ ലേറ്റാണേ. ഇപ്പോഴെങ്കിലും വന്ന് എത്തിയല്ലോ. നാട്ടുകാർക്കൊക്കെ വളരെ സമാധാനമായി. അതാണ് സ്വീകരണം നടക്കുന്ന സ്ഥലം. ഈ മുക്കിന്റെ പേരാണ് ഏറാ ജംഗ്ഷൻ. അതല്ല എരുമുക്കാണ്. എരുമുക്കെന്ന് വിളിക്കുന്നത് വടക്കേ മുക്കുകാരാ. ഓ, അടുത്ത പ്രാവശ്യം വരുമ്പോ ഈ പേരൊന്ന് മാറ്റണേ. ആ കാണുന്ന എന്റെ ഹോട്ടലാണ് സുബ്രഹ്മണ്യ വിലാസം. അതിന്റെ പേര് മാറ്റി ഗുരുവായൂർ വിലാസം നാക്കാൻ പോവുക. എന്നും ഉച്ചയ്ക്ക് എന്റെ ഹോട്ടലിൽ നാക്കണം ഊണ്. ചാപ്പാട് നിങ്ങൾക്ക് ഫ്രീയാ. ആ ഊണ കാപ്പി കഴിച്ചവർക്ക് ഇവിടെ കഴിക്കാം. കുറെ താമസമുണ്ട്. ഇവിടെ വിട്ടാ പിന്നെ വേറെ ആരും തീർത്തല്ലേ. എവിടെ പോവാണ്? ആറ്റിങ്ങൽ. ഒറ്റയ്ക്കേ ഉള്ളൂ?
ഒരു കാപ്പി കുടിക്കാം? വേണ്ട. ഞാനും ആറ്റങ്ങക്കാരനാണ്. നിങ്ങളുടെ കോളേജ് എന്നാ നടക്കുന്നത്? നാളെ. ഞങ്ങളുടെ കോളേജ് എന്ന് ഓർക്കണമെന്ന് കളക്ടറും പോലീസ് കമ്മീഷനും കൂടി തീരുമാനിക്കും. സന്തോഷം. എഴുതിയിരിക്കുന്നത് കൈ ബസ്സിന് പുറത്തേക്ക് ഇടരുന്നാണ്. അതിന് വലിയ അർത്ഥമാണ് ആ എഴുതിയിരിക്കുന്നതിന്. സോറി, ഇനി കൈ അത് തന്നെ ഇടാൻ ശ്രമിക്കാം. സോറി, ക്ഷമിക്കണം. അവനും സോറി പറഞ്ഞല്ലോ. വാടാ. പൂര വിളിക്കാതാ അങ്ങോട്ടിരി. എന്തോന്ന് വേണം സാറേ? ഒരു ചായ. സാറേ, സാർ എനിക്കില്ലേ ചായ? 2 ചായ, എനിക്കൊരു പഴവും. സാറേ, സാർ എന്റെ പുറം ചോറി. സാറേ ഒന്ന് പുറം ചോറി. സാറേ അല്ല, എവിടെ നോക്കിയിട്ടാ പുറം ചോറിന്ന്? പുറം ചോറി സാറേ. ഞാൻ സർക്കാർ ജോലിക്കാരനോ അതോ നിന്റെ ജോലിക്കാരനോ? എന്തോ സർക്കാർ, ഇപ്പൊ ഞങ്ങളൊക്കെ തന്നെയാ സർക്കാർ. സാറ് പുറം ചോറിന്നേ. പഴം. സാറേ, സാർ എന്റെ ബാറ്റ. സാറേ തൊലി എവിടെ ഉള്ള? സാറേ ഒരു വീഡിയോ സാറേ. വേറെ ഒന്നും വേണ്ട ഇവിടെ. നെഞ്ചേരിയാണ് സാറേ. എന്നാ 500 മില്ലി 10 അവിടെ മേടിച്ചു തരാം ഇവിടെ. സാറേ ഒരു വീഡിയോ സാറേ. ഒന്ന് മിണ്ടാതിരടാ. എനിക്ക് ഉച്ചക്ക് ശാപ്പാടിന് 3 രൂപ ബാറ്റുള്ളതാ. അതിനൊരു ചായ വാങ്ങിച്ചു തന്നിട്ട് ബാക്കി മൂപ്പരോട്ട് അമുക്കി. മിണ്ടാതിരടാ. നിനക്ക് 3 രൂപ ബാറ്റുണ്ടെന്ന് ആരാണ്? എന്നെ ആദ്യമായിട്ടാണല്ലോ സന്ദർശനം കൊണ്ടുപോകുന്നത്. ബാക്കി കാശേ അവിടെ ചെന്നിട്ട് തരണം. തന്നില്ലെങ്കിലോ? ഞാൻ പരാതി എഴുതി കൊടുക്കും. കളഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള. അങ്ങോട്ട് കരുതാട്ടെ. ആദ്യം 2 ചായ, പിന്നെ ഊണ്. നിങ്ങൾ ഊണ് കഴിക്കുമ്പോഴത്തേക്ക് മീറ്റിങ്ങിലുള്ള അനൗൺസ്മെന്റ് കൊടുക്കാം. അനൗൺസ്മെന്റ് തുടങ്ങിയോ? മയക്കടിച്ച് വിളിക്കാതെ എന്താ പറയണ്ടെന്ന് വെച്ചാ പറഞ്ഞോ. വീട് തീർപ്പാറെ മയക്ക് കണ്ടിട്ടുണ്ടോ? ചുമ്മാ ആള്. ബഹുമാനപ്പെട്ട പാസഞ്ചറെ, കണ്ടക്ടർ സാറേ, ഡ്രൈവർ സാറേ, ബഹുമാനപ്പെട്ട ബാസിൽ വന്ന യാത്രക്കാരെ, സ്വീകരണ സമ്മേളനം തുടങ്ങുകയാണ്. ബാസിനകത്തും ബാസിന്റെ 4 ഭാഗത്തും നടത്തുന്നതിലും ഇരിക്കുന്നവരും ഈ കടത്തട്ടിൽ കിടന്ന് ഉറങ്ങുന്നവരും എല്ലാവരും ഇങ്ങോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ നാടിന്റെ അഭിമാനമായി എത്തിയിരിക്കുന്ന ഈ ഗുരുവായൂർ വയ ഇതിലെ തിരുവനന്തപുരം
ഒരു പുതിയ ഏറ്റവും പുതിയ വണ്ടി ആണെന്നുള്ള സന്തോഷകരമായ ഒരു കാര്യം അറിയിക്കുന്നതിൽ സെക്രട്ടറിയായ എനിക്ക് സന്തോഷമുണ്ട്. പ്രസിഡന്റും കണ്ടക്ടർ സാറും ഡ്രൈവർ സാറും ഊണ് കഴിഞ്ഞ് വന്നാലുടൻ യോഗം ആരംഭിക്കും. ആദ്യമായി എന്റെ സ്വാഗത പ്രസംഗം നടക്കും. അതിനുശേഷം പ്രസിഡന്റിന്റെ ഉപക്രമം, പിന്നെ അതെ വനിതാ മെമ്പറുടെ പ്രസംഗം. അതിനുശേഷം നമ്മൾ ഇന്ന് സ്വീകരിക്കുന്ന ബസ് നേരത്തെ വിടാൻ അവരോടൊന്ന് പറയണം. ഒരു പൊതുക്കാര്യമല്ലേ നടക്കുന്നത്? കുറച്ചൊക്കെ ക്ഷമ വേണ്ടേ? എന്ത് പൊതുക്കാര്യം ബസ്? ബസ് തടഞ്ഞു വെച്ച് മുദ്രാവാക്യങ്ങൾ എഴുതി വെക്കുന്നത് പോലെ സാമൂഹ്യ ദ്രോഹമാണ് ഇത്തരം ചെയ്യേണ്ടത്. നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഒന്നുകൂടി വായിക്കാം. ആദ്യമായി എന്റെ സ്വാഗതം, അതിനുശേഷം പ്രസിഡന്റിന്റെ ഉപക്രമം, പിന്നീട് നിങ്ങൾ എന്ത് ദ്രോഹമാണ് ചെയ്യുന്നത്? എന്താ? ഗുരുവായൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള 50ഓളം യാത്രക്കാർ ഈ ബസ്സിലുണ്ട്. ആരും നേരം പോക്കിന് വേണ്ടി യാത്ര ചെയ്യുന്നവരല്ല, ഓരോ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകുന്നവരാണ്. അനാവശ്യമായി ബസ് ഇവിടെ തടഞ്ഞിട്ടാൽ കേട്ടോ വനിതാ മെമ്പറെ, എടുത്ത് നമ്മൾ ഭാഷയെ സ്വീകരിക്കുന്ന അനാവശ്യമാണെന്നായി മൂപ്പി എന്ന് പറയുന്നത്. ഇയാൾക്ക് വട്ട